ഹായ് ഓൾ, ഇന്ന് ടേസ്റ്റിയും ഈസിയുമായിട്ട് തന്തൂരി ചിക്കൻ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായിട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1100 ഗ്രാം ചിക്കൻ്റെ മെഷർമെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ 1 ടീസ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്തത് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കന് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. പിന്നെ കസൂരി മേത്തി കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വരിഞ്ഞെടുത്തിട്ടുള്ള ചിക്കൻ ഈ മസാലയിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ 4 ചിക്കൻ്റെ തൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ചിക്കൻ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് ഗ്രില്ല് ചെയ്യണത് ഓവനിലാണ്, പക്ഷെ നമ്മൾക്കിത് പാനിലും ചെയ്യാൻ പറ്റും. പാനിൽ സാധാ ഫ്രൈ ചെയ്യണത് പോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കിയിട്ട് ആ ഫ്ലെയിമിൻ്റെ മേലെ കുറച്ച് നേരം ഒരു സൈഡ് പിടിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറിയൊരു ബ്ലാക്ക് കളർ വരുമ്പോൾ അപ്പുറത്തെ സൈഡും അതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കത്തിച്ച ചാർക്കോള് ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ ഫോയിലിൻ്റെ ഉള്ളിലോ വെച്ചിട്ട് കുറച്ച് ഓയിലോ നെയ്യോ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ആ പുക എല്ലായിടത്തും ആവണത് വരെ, പുക കെട്ട് പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. പുകയെല്ലാം പോയതിന് ശേഷം ഈ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് ആ ചാർക്കോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1-2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഗ്രില്ല് ചെയ്തെടുക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. ഓവൻ ഒരു 250 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചിക്കൻ ഓവൻ്റെ റാക്കിലോട്ട് വെച്ച് കൊടുക്കാം. ഈ റാക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബേക്കിംഗ് പാൻ വെച്ച് കൊടുക്കാം. ബേക്കിംഗ് പാനിൽ ഒരു ബേക്കിംഗ് പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കുക്ക് ചെയ്തതിന് ശേഷം. ഇനി ഇതൊരു അരമണിക്കൂർ നേരം 250 ഡിഗ്രി സെൽഷ്യസിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കാം. കുക്കായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം കൂടിയും വെച്ച് കൊടുക്കാം. അങ്ങനെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.